ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടാക്കുന്നത് നല്ലൊരു തോരനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ക്യാരറ്റ് ക്യാബേജ് തോരനാണെന്ന് വിചാരിക്കും, പക്ഷെ അതല്ല കേട്ടോ. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ കപ്പയ്ക്ക പപ്പായ എന്നൊക്കെ പറയും. ഇതാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു കത്തി കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പശ പോവും. ഈ പശ കളഞ്ഞിട്ട് നമുക്ക് നന്നായി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പശയെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ പപ്പായ മുറിച്ചപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കുരുവില്ല. തിരിച്ച പഴുപ്പും ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും പഴുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒന്നുകിൽ തൊലി കളയാണ്ട് തേങ്ങ ചിരണ്ടണ പോലെ നമുക്ക് ചിരണ്ടിയെടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ പഴുപ്പ് കൂടുതലുള്ള ഭാഗം ഞാൻ ചെത്തി മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്കിതിൽ ചേർക്കണ്ട. ബാക്കിയുള്ളത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള. ചെറിയ സവാള ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. ഇതിലേക്ക് ഞാൻ 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി സവാള നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പിന്നെ ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞ് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടിയും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പയ്ക്ക നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കരുത്. ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് തേങ്ങ ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. തേങ്ങ ചിരകിയത് ഞാനിവിടെ ഇളക്കി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കപ്പയ്ക്ക വെച്ച് ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.